എഡിറ്റർ ആപ്പാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട് ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പല ഫോട്ടോകളും പിന്നെ ടെക്സ്റ്റുകളും പല എഴുത്തുകളൊക്കെ ചേർക്കാൻ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പുണ്ടെങ്കിൽ മാത്രമേ എഡിറ്റ് ചെയ്ത് ചേർക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഇല്ലാത്ത നമ്മൾ പവർ ഡയറക്ടറിൽ വീഡിയോ എഡിറ്റർ എന്ന ആപ്പിൽ നമുക്ക് വളരെ ഈസിയായി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വീഡിയോയും ടെക്സ്റ്റുകളും ഫോട്ടോകളും ഒക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞധികം വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ ഈ പവർ ഡയറക്ടർ എന്ന ആപ്പും ആക്ഷൻ ഡയറക്ടർ എന്ന ആപ്പുമാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പവർ ഡയറക്ടർ എന്ന ആപ്പിൽ പോയിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റുകളും പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ പല ഫോട്ടോകളും വീഡിയോകളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ആക്ഷൻ ഡയറക്ടറിൽ പോയിട്ട് ക്ലാരിറ്റി കൂട്ടാനും സ്ലോ മോഷൻ ആക്കാൻ നമുക്ക് ഈ ആക്ഷൻ ഡയറക്ടർ എന്ന ആപ്പിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം പവർ ഡയറക്ടർ ആപ്പ് പോവുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ഈസിയായിട്ട് ഭയങ്കര ഈസിയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് പവർ ഡയറക്ടർ. ഞാൻ ഈ പവർ ഡയറക്ടറിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റിന് നെയിം കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി നമുക്ക് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് ആ രീതി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 16.9 വീഡിയോ യൂട്യൂബ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 16.9 ആ ചേച്ചിയുള്ള വീഡിയോ എടുക്കാം. അപ്പോൾ ഓരോ വീഡിയോ വരും. നമുക്ക് ഏത് വീഡിയോ എഡിറ്റ് ചെയ്യും? നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്തെടുത്ത് അത് കണ്ടിട്ട് പ്ലേ ചെയ്തിട്ടാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കേണ്ടി വെച്ചാൽ ഇത് നിൽക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോക്ക് ഏതാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ പ്ലസ് നോക്കി ഇനിയിപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ ടെക്സ്റ്റ് ചേർക്കണമെന്ന് വിചാരിച്ചാൽ ഈ പിപ്പ് എന്നുള്ള ആ ലെയറായിട്ടാണ് വരിക. അപ്പോൾ പിപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്കിപ്പോൾ ഈ സിനിമയിലൊക്കെ ലാസ്റ്റ് കാണില്ല, ഡയറക്ടറായ പ്രൊഡ്യൂസറായ പറഞ്ഞിട്ടുള്ള അത് തന്നെ നമുക്ക് ഈ ലാസ്റ്റ് ഇതിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് പേര് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ ചേർക്കണില്ല. എന്നിട്ട് നമുക്ക് അപ്പോൾ ലെയർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്കിപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഞാനിപ്പോൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വീഡിയോ വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ വീഡിയോ നിൽക്കുന്ന വെച്ചാൽ ഈ സംഭവം എടുത്തിട്ട് പ്രസ് ചെയ്ത് നിൽക്കാം. നമുക്ക് എവിടെ വേണ്ടിച്ച് നമുക്ക് ഇതാക്കാം. ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ കണ്ടു, ഈ വീഡിയോ തുടങ്ങുമ്പോൾ നമുക്ക് സൈഡിലേക്കൊക്കെ വെക്കാം. വീഡിയോ തുടങ്ങുമ്പോൾ സംഭവം ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ വരും. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഈ പ്ലസ് ബട്ടൺ നോക്കിയിട്ട് ഓഡിയോ മിക്സിങ് ഒക്കെ ചേർത്ത് നമുക്ക് ചെയ്യാം. അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ മ്യൂസിക് ചേർക്കണം. അപ്പോൾ ഇതിൽ പോയിട്ട് ഈ മ്യൂസിക്കുള്ള ഓപ്ഷൻ നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് മ്യൂസിക് ചേർക്കാൻ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് ഇപ്പോൾ മ്യൂസിക്കായി ചേർക്കാം, അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ട് ഈ പവർ ഡയറക്ടർ ആപ്പ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ മ്യൂസിക്കായി ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വീഡിയോക്ക് ഈ എഡിറ്റ് ചെയ്യേണ്ട ആപ്പിലേക്ക് മ്യൂസിക്കായി ചേർക്കണം. അപ്പോൾ ഈ പ്ലസ് ബട്ടൺ നോക്കിയിട്ട് നമുക്ക് ഈ ലെയറേക്ക് കൊണ്ടുവന്നാൽ അത് മ്യൂസിക്കായി മാറും. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ആ മ്യൂസിക്കും ഇതൊക്കെ പാടും വരും. ഇതൊക്കെ തന്നെ ടെസ്റ്റുകളും പിന്നെ ഓരോ എഡിറ്റും ഇതൊക്കെ തന്നെ പവർ ഡയറക്ടർ എഡിറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ. ഇനിയിപ്പോൾ ഇതിലുള്ള സംഭവങ്ങൾ എന്താ? ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡ്യൂസ് എന്നുള്ള ഈ സംഭവം ഈ ഏരോ മാർക്കുള്ള ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ സേവ് ടു ഗാലറി ഓർ SD കാർഡ് ആ ഓപ്ഷൻ നിൽക്കുക. എന്നിട്ട് പ്രൊഡ്യൂസ് എന്നുള്ള നിൽക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പം പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആക്ഷൻ ഡയറക്ടറിൽ പോയിട്ട് ക്ലാരിറ്റി കൂട്ടാനും പിന്നെ സ്ലോ മോഷൻ ആക്കാനൊക്കെ ആക്ഷൻ ഡയറക്ടർ എന്ന ആപ്പിൽ പറ്റും. അപ്പോൾ ഈ വീഡിയോ പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓക്കെ നിൽക്കുക. അത് നോട്ടിനാവുന്ന നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ ആക്ഷൻ ഡയറക്ടർ എന്ന ആപ്പിൽ പോയിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലാരിറ്റി കൂട്ടാനും സ്ലോ. അപ്പോൾ ആക്ഷൻ ഡയറക്ടർ
എന്ന ആപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഇനി സ്ലോ മോഷൻ ആക്കാനും ക്ലാരിറ്റി കൂട്ടാനും നമ്മൾ ഈ ആക്ഷൻ ഡയറക്ടർ എന്ന ആപ്പ് കൊണ്ടുള്ള സഹായം ക്ലിക്ക് ചെയ്യുക. നമുക്കിനി ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അതൊന്ന് നമ്മൾ ഈ പ്ലസ് ബട്ടൺ നിൽക്കുക. അതിന് വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ ഒന്ന് നിൽക്കുക. ഈ പ്ലസ് ബട്ടൺ എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് വരും. ഇനിയിപ്പോൾ അത് സ്ലോ മോഷൻ ആക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ എന്നുള്ളൊരു ഇതുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇതാ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഏതിനാണ് ഒരു ഇതിലാണ് ഞാൻ സ്ലോ മോഷൻ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ സ്ലോ മോഷനായി വരും. അങ്ങനെ നമുക്ക് എത്ര രീതിയിലാണ് സ്ലോ മോഷൻ ആക്കേണ്ടി. എന്തായാലും പാട്ട് ആക്കുന്നതിന് മുമ്പ് സ്ലോ മോഷൻ ആക്കിയാൽ നമുക്ക് ശരിക്കും സ്ലോ മോഷനായി വരുള്ളൂ. പാട്ടാക്കിയപ്പോൾ പാട്ടും സ്ലോ മോഷനാവും. അതിപ്പോൾ ഞാൻ പാട്ടൊക്കെ ആക്കിയിട്ടാണ് സ്ലോ മോഷൻ ആക്കിയത്. നിങ്ങൾക്ക് പവറിനായിട്ട് നല്ലോണം മനസ്സിലാൻ വേണ്ടി ഞാൻ പാട്ടൊക്കെ ആക്കിയിട്ടാണ് സ്ലോ മോഷൻ ആക്കിയത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കളർ ഫിലിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നല്ലപോലെ ക്ലാരിറ്റിയിൽ കിട്ടുള്ളൂ. അത് നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ബ്രൈറ്റ്നെസ് കൂട്ടിയാൽ അങ്ങനെ നല്ല ക്ലാരിറ്റി കൂടും. പിന്നെ സിറ്റുവേഷൻ എന്തോ കൂട്ടിയാൽ പിന്നെ ഇതാണ് സിറ്റുവേഷൻ. ഇത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. കോൺട്രാസ്റ്റ് അത് രണ്ടും മാറിപ്പോയതാണ്, സോറി. ഇത് നമുക്ക് ഇപ്പോൾ നമുക്ക് പച്ച കളറായി വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആക്ഷൻ ഡയറക്ടർ എന്ന ആപ്പ് കൊണ്ടുള്ള സഹായം. അപ്പോൾ ഇന്നിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നൈസായി ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ. ഇനി ഞാൻ ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും പിന്നെ വീഡിയോകളിൽ എങ്ങനെ എഫക്റ്റ് ചേർക്കാമെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ. ഇതും നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.